പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അതായത് പെൺകുട്ടികൾ എങ്ങനെ നടന്നാലും വേണ്ടില്ല, എനിക്ക് പണം മതി, എനിക്ക് ജീവിക്കുന്ന കാലം അത്രയും സുഖത്തോടെ ജീവിക്കണം. അതാ ശരിയാണ്. നമ്മുടെ ഈ മാനമെല്ലാം കെട്ടിപ്പിടിച്ച് കുറെ കുലസ്ത്രീകൾ ഇരിക്കുന്നതെന്നുള്ളത് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവർക്കൊന്നുമില്ല. അവർക്ക് പണവുമില്ല, പദവിയില്ല, പ്രശസ്തിയില്ല, 10 പേരെ അറിയുന്നില്ല. ചുമ്മാതെ ഇങ്ങനെ കുത്തി വീട്ടിനകത്തിരിക്കാം എന്നുള്ളതല്ലാതെ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. ഈ വീഡിയോ അതായത് വളരെ ചെറിയ പെൺകുട്ടിയാണ്. ഇവരൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ്, അതായത് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരിയും ഞരമ്പ് രോഗികൾ പോകാറുണ്ട്. ഇല്ലെന്നല്ല, കഴിഞ്ഞ ദിവസം ലീക്കായി ഓരോരുത്തരുടെ അടുത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോക്കകത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്കതൊക്കെ ആവശ്യവുമില്ല. എനിക്കങ്ങനെ കാണാൻ മാത്രം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ 10-20 വയസ്സും 18, 19, 20, 23 വയസ്സുള്ള അല്ലെങ്കിൽ അതിലും പ്രായം കുറഞ്ഞ കുട്ടികൾ വരെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറെ കിളവികൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പം അത് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരും പോയി കാണും, സബ്സ്ക്രിപ്ഷൻ പറയും. അപ്പം എന്താ, നിറയെ ക്യാഷ് കിട്ടും, ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തു. ഒരു കാലഘട്ടം എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തും. അവരുടെ ജീവിതം കൊണ്ടുവന്ന് എന്തെയും മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ വേറെ ഏതൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതിനുശേഷം അത് ആത്മഹത്യയിൽ അവസാനിക്കും. അല്ലാതെ സ്വന്തമായി നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? ഇല്ല. ഇന്നത്തെ ജനറേഷൻ പോകുന്ന രീതിയാണ്. ഈ കൊച്ചിനെ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ കൊച്ചിന്റെ തന്തയും തള്ളയുടെയും കൂടെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളത്തിലെ ലോകത്തെവിടെയാണ്. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്കാണ്. അതാണോ കേരളത്തിനൊരു സംസ്കാരമുണ്ട്? ഞാൻ എന്തായാലും സിന്ധു കൃഷ്ണനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഫ്രീഡം കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. അവരുടെ ഇഷ്ടത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. അതൊക്കെ ശരിയാണ്. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മൾ കേരളത്തിനകത്താണ് ജീവിക്കുന്നത്. ഇനി എത്ര വളർന്നു വലുതായെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ടും നിങ്ങൾക്ക് തുണി മേടിക്കാൻ മാത്രം പൈസ ഇല്ല എന്നറിയുമ്പോൾ ഉള്ള ഒരു വിഷമം. ഇത്രയും പൈസയ്ക്ക് ആസ്തിയുള്ളവരാണ്. ഇത്രയും പൈസ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുമാനമുള്ളവരാണ്. പക്ഷെ കുട്ടികൾക്ക് തുണി മേടിക്കാൻ മാത്രം പൈസ കഴിയുന്നില്ല. ഇത്രയും പിള്ളേരുള്ളത് കൊണ്ടായിരിക്കാം. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. ദാരിദ്ര്യം അതെല്ലാവർക്കും വരാവുന്നതല്ലേ. പക്ഷേ എന്നാലും നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് കുറച്ച് തുണിയൊക്കെ മേടിച്ചു തന്നെ. കാരണം അത്രയേറെ ഒരു മോശാവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു കുട്ടി സിനിമാ നടിയാണ്, കൂടിയാണ്, എന്നിട്ട് പോലും നിങ്ങൾക്ക് തുണി വാങ്ങിക്കാൻ പൈസ തരുന്നില്ലെന്ന് പറയുമ്പോൾ ദിയ എന്ന് പറഞ്ഞാൽ അതായത് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി. അതിന്റെ കഥ കേട്ടാൽ ചിരിച്ച് നമ്മൾ ചാവും. വേറൊന്നല്ല, ഇതിനു മുന്നേ വേറൊരുത്തനോട് ഭയങ്കര പ്രേമമായിരുന്നു. അതും ഇപ്പൊ കല്യാണം കഴിച്ചവന്റെ ഒറ്റ സുഹൃത്തിനെ. അവനും ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് ടൂറെല്ലാം പോയിക്കുന്നത്. ആ വീഡിയോ വരെ അവള് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കടലിലോ എവിടെ കണ്ടെന്ന് കുളിക്കുന്ന ഒരു വീഡിയോ. പണ്ട് ഞാൻ ഇവിടെ ആ വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. എന്റെ ദൈവമേ, ഒരു ശകലം പോലും വസ്ത്രം, വളരെ എത്രമാത്രം കുറയും അത്രയും വസ്ത്രം കുറച്ച് സ്വിമ്മിംഗ് സൂട്ട് നിന്നിട്ട് അവന്റെ കൂടെ കുളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ട് എന്തോ കാര്യം പറഞ്ഞാൽ അവനോട്ട് തെറ്റിപ്പിന്നിട്ട് അവന്റെ കൂട്ടുകാരൻ തന്നെ കല്യാണം കഴിച്ചപ്പോൾ അവന്റെ കൊച്ചുമായിട്ട് ജീവിക്കുന്നു. അവള് പറയുന്നതാണ് അതിനേക്കാളും വലിയ കല്യാണം. നോക്ക്, എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുന്നുപോലെ വീട്ടിലൊരാളില്ല. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയിലല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയും അച്ഛനും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെ എന്റെ അച്ഛനെ സമ്മതിക്കണം. ഈ നാട്ടുകാരാണോ ഈ അച്ഛനും അമ്മയും? അശ്വിന്റെ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് നീ സ്വന്തം അച്ഛനും അമ്മയായിട്ട് തന്നെ കാണണം. ലൈഫ് ലോങ് അത്, അതായത് ലൈഫ് ലോങ് അമ്മായപ്പനും അമ്മായിമ്മയും അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നെ നിന്റെ ഇഷ്ടം. കാരണം നിങ്ങളുടെ വീട്ടിൽ മാത്രം വേറെ എങ്ങും ഇല്ലാത്തൊരു റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു കുടുംബമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിന്റെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെയേറെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓരോ കുട്ടികളും വഴി പഴിച്ച് വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു. സോഷ്യൽ മീഡിയ ഇത്രയും മിസ്യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാർ. ഈ കൃഷ്ണകുമാറിന്റെ മക്കളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്താണ് ഇവർ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത്. തുണി എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് അലർജിയാണ്. അങ്ങനത്തെ ഉള്ളു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫാമിലിയുടെ റൂൾസും കാര്യങ്ങളും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കുടുംബം. അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടി വരും. സിന്ധു കൃഷ്ണയോടാണ് സത്യം പറഞ്ഞാൽ ഒരിത് തോന്നുന്നത്. ലേശം വേണം, കുറച്ചെങ്കിലും. ഭയങ്കര മോശമാണ്. ഈ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ എടുത്തിട്ട് പൈസ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ. ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും എല്ലാം നല്ലതായിട്ടിരിക്കട്ടെ. ഇതിന്റെയൊക്കെ പുറകിൽ ഒരു ആമ്പിളാരും പോയി ചാടരുത്.
ഇതിനെയൊക്കെ പുറകെ പോയി വെറുതെ ജീവിതം കളയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.